നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. അടിമുടി ഡിസൈനിൽ പാളിച്ച പറ്റിയിട്ടുണ്ട്, സുരക്ഷയിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് ബോധ്യമായിരിക്കുന്നു. ഇതോടുകൂടി പാളിച്ച സംഭവിച്ചവർക്കെതിരെയെല്ലാം നടപടിയുണ്ടാവും. ദേശീയപാതയിലെ പല ഭാഗങ്ങളും പൊളിച്ചു പണിയേണ്ടി വരും. ഈ പൊളിച്ചു പണി ആരാണോ കോൺട്രാക്ട് എടുത്തത് അവരുടെ ചെലവിലായിരിക്കും നടത്താൻ പോകുന്നത്. മഴ തുടങ്ങിയപ്പോൾ തന്നെ ദേശീയപാത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊളിയുകയാണ്. അങ്ങനെയെങ്കിൽ തുലാമഴയാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നാലോചിക്കുക. റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇത് സംഭവിച്ചെന്ന് ഓർക്കണം. ദീർഘകാലത്തേക്ക് മനുഷ്യർക്ക് അവന്റെ ജീവനും വഹിച്ചുകൊണ്ട് ഓടാനുള്ള വഴിയാണ് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ദേശീയപാത അടിമുടി പാളിപ്പോയെന്നും മിക്ക ഭാഗങ്ങളും പൊളിച്ച് വീണ്ടും പണിയേണ്ടി വരുമെന്നും ഉറപ്പായി. അതിന് നിരാശ പിണറായി വിജയൻ ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയപാത പൂർത്തിയാക്കുമെന്നും അതിന്റെ പേരിൽ മൈലേജ് എടുക്കാമെന്നും കരുതിയിരുന്ന പിണറായിക്ക് ഏറെ നിരാശപ്പെടേണ്ടി വരും. കാരണം പണി പൂർത്തിയായ ഭാഗത്തെല്ലാം ഇനി പരിശോധന ഉണ്ടാവും. പാലക്കാട് IITയിലെയും സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ജിയോളജിക്കൽ സർവേയുടെയും ഒക്കെ വ്യത്യസ്ത കമ്മിറ്റികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമസ്ത മേഖലകളിലും അടിമുടി അന്വേഷണമാണ്. ഈ ദേശീയപാതയുടെ ഡിസൈൻ തന്നെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും നിരക്കുന്നതല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന റോഡിന്റെ പല ഭാഗങ്ങളും ഇനി പൊളിച്ചു പണിയേണ്ടി വരും. തൽക്കാലം പണി നടക്കുന്ന ഭാഗങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. മേൽപ്പാലമടക്കമുള്ള ഇടങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇനി അന്വേഷണവും തിരുത്തലുമാണ്. ദേശീയപാത അടുത്ത വർഷമോ അതിന്റെ പിന്നത്തെ വർഷമോ പൂർത്തിയാവുകയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ദുരവസ്ഥ തുടരുകയും ചെയ്യും. എന്നാൽ ഇവിടെയും നമ്മൾ ശ്രദ്ധ നേടേണ്ടത് എത്ര ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നത് എന്നതാണ്. വീഴ്ചയെക്കുറിച്ച് പല തോതിൽ അന്വേഷണം നടക്കുന്നു. പലർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാവുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ മോദി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗഡ്കരി തന്നെ നേരിട്ടാണ് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും അന്വേഷണം കൈകാര്യം ചെയ്യുന്നതും. അഴിമതിക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മോദി സർക്കാരിനെ കണ്ട് പിണറായി വിജയൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ഈ നാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ.